കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി തകർന്ന് 3 പേർ മരിച്ചതിൽ മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും 2 തട്ടിൽ. കെട്ടിടം അൺഫിറ്റ് ആയിരുന്നുവെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി KU ഹരീഷ് പറഞ്ഞു. ലൈസൻസ് കാലാവധി അവസാനിക്കാത്തതിനാലാണ് ഒഴിപ്പിക്കാതിരുന്നത്. 2024 കെട്ടിടം അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തിയതെന്നും KU ഹരീഷ് പറഞ്ഞു. കാലപ്പക്കഞ്ഞ കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. 2026 വരെയുള്ള ലൈസൻസ് അവർക്ക് ലൈവായിട്ട് അവിടെ ഉണ്ട്. പുതിയതിനാർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈസൻസ് തന്നെയാണ്. അവർ പുതിയതായിട്ടൊരു ബോർഡൊക്കെ വെച്ചു എന്നുള്ളൂ. പുതിയതായിട്ട് അനുവദിച്ചിട്ടില്ല. അതേസമയം കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടെന്നാണ് മേയറുടെ അവകാശവാദം. അതെന്താണ് അതിന്റെ ഇടയായ സാഹചര്യം എന്നുള്ളതോ ഇതിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചോ നേരത്തെ മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിച്ച് ഞാൻ പറയാം കേട്ടോ. പുതിയ പറയാം കേട്ടോ. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശം മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങളോട് പ്രതികരിക്കാം. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. BJP കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നാളെ അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വലിയങ്ങാടിയിൽ നിന്നും സരീഷ് PK ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, എന്തായാലും അപകടം സംഭവിച്ചു, 3 പേരുടെ ജീവൻ നഷ്ടമാകുകയും ചെയ്തു. ഇപ്പോഴും മേയറും ഇത്തരത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും ഒക്കെ 2 തട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ അൺഫിറ്റ് ആണ് എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്നു. ലൈസൻസ് കാലാവധി അവസാനിക്കാത്തതിനാണ് ഒഴിപ്പിക്കാതിരുന്നത് എന്ന് പറയുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? എന്തെല്ലാമാണ് ഇപ്പോഴത്തെ അവിടെ നിന്നും നൽകാനാവുന്ന മറ്റു വിവരങ്ങൾ? ഇന്ന് രാവിലെ 11:30 ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ സീലിംഗ് സ്ലാബ് ഇളകി വീഴുന്നു. അതിന് താഴെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 5 പേരുടെ ദേഹത്തേക്കാണ് ഈ സ്ലാബ് വീഴുന്നത്. അതിൽ 3 പേർക്ക് മരണം സംഭവിക്കുന്നു. 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോഴും അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഈ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ഇത് കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ചുമട്ടുതൊഴിലാളികളും ഒക്കെ ആരോപിച്ചിരുന്ന ഒരു കാര്യം. അതിൽ കൃത്യമായി പറയുന്നത് നേരത്തെ ഒരു പാസ്പോർട്ട് ഓഫീസായാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അത് അവിടെ നിന്നും മാറ്റിയതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ സീലിങ്ങുകൾ ഉൾപ്പെടെ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഓഫീസ് അവിടെ നിന്ന് മാറ്റണം എന്നൊരു തീരുമാനമെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് മാറ്റുന്നു. പിന്നീടാണ് ഇത് വാടകയ്ക്ക് പിന്നീട് മറ്റ് ചരക്ക് വ്യാപാരികൾക്ക് കെട്ടിടം നൽകുന്നത്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ അവസാനമായി ലൈസൻസ് നൽകിയത് 2023 പക്ഷേ 2024 പിന്നീട് എഞ്ചിനീയറിംഗ് വിഭാഗം മുഴുവൻ കോർപ്പറേഷന് കീഴിലെ മുഴുവൻ കെട്ടിടങ്ങളിലും പരിശോധന നടത്തിയപ്പോൾ ഈ കെട്ടിടം, അതായത് മുൻപ് പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണ് എന്നുള്ളതും അത് ഡിമോളിഷ് ചെയ്യേണ്ടതാണ് എന്നുള്ളതും കണ്ടെത്തുന്നു. പക്ഷേ 2024 കണ്ടെത്തി 2026 ആയിട്ടും അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇത് അവിടെ കച്ചവടം നടത്താൻ പ്രാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടി എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ നൽകിയിട്ടും എന്തുകൊണ്ടാണ് അവിടെ നിന്നും ആളുകളെ മാറ്റാതിരുന്നത് എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് അത് തകർക്കേണ്ട ഒരു കെട്ടിടമാണ്, അത് കാലപ്പഴക്കത്താൽ തകരും എന്ന് കൃത്യമായി എഞ്ചിനീയറിംഗ് വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നിട്ട് പോലും അവിടെ നിന്നും ആളുകളെ മാറ്റിയിരുന്നില്ല. അതിനിടയിൽ ഇപ്പോൾ സെക്രട്ടറി അതിന് വിശദീകരണമായി പറയുന്നത് 2023 അവസാനമായി ഇവർക്കെല്ലാം തന്നെ ലൈസൻസ് നൽകിയത്. ആ ലൈസൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ സ്വാഭാവികമായും 2023 2026 വരെ ആ കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മാറ്റാതിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായ ഒരാൾ ചിന്തിച്ചാൽ തകർന്നു വീഴാറായ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി മാറ്റണം എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ ശുപാർശ ചെയ്തിട്ടും നഗരസഭ എന്തുകൊണ്ട് അത്രയും നാൾ മാറ്റിയില്ല? കഴിഞ്ഞ മാസം പോലും എങ്ങനെ അവിടെ പുതിയൊരു കട ആരംഭിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പൂട്ടേണ്ട കെട്ടിടമാണ്, തകർക്കേണ്ട കെട്ടിടമാണ് എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്ന് കഴിഞ്ഞ മാസം പോലും വാടക എങ്ങനെ വാങ്ങി എന്നുള്ള ചോദ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോഴാണ് കോർപ്പറേഷൻ മേയർ മറ്റൊരു വാദവുമായി എത്തുന്നത്. നിലവിൽ അതിന് പ്രശ്നങ്ങൾ കണ്ടിരുന്നില്ല, ഏതെങ്കിലും രീതിയിൽ തകർക്കേണ്ട കെട്ടിടമാണ് എന്ന് താൻ അറിയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. കോർപ്പറേഷൻ മേയറെയും ഒപ്പം തന്നെ സെക്രട്ടറിയെയും അവർക്കെതിരെ കൊലക്കുറ്റം
കടുംകുറ്റം ചുമത്തണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മേയറെയും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഉപരോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് നടക്കുകയും